വയനാട് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ മാവോയിസ്റ്റുകളുടെ ശല്യം കാരണം സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിവരിക്കാനാവില്ല. ഇത് സംബന്ധിച്ച് നാട്ടുകാരും തൊഴിലാളികളും കച്ചവടക്കാരും സർക്കാരിനും പോലീസിനും ധാരാളം പരാതികൾ നൽകിയിരുന്നു. അർദ്ധരാത്രി വീടുകളിൽ മുട്ടിവിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും പണവും ഭക്ഷണവും ചോദിച്ചു വാങ്ങുന്നതും പതിവാണ്. ആദിവാസി ഊരുകളിലും മറ്റും രാത്രി എത്തി ഭക്ഷണവും അരിയും ഉൾപ്പെടെ വാങ്ങാറുണ്ട്. എതിർത്താൽ ഭീഷണിയും മർദ്ദനവും ഉറപ്പാണ്. പോലീസിന് വിവരം നൽകുന്നവരെയും ആക്രമിക്കും. വ്യാപാര സ്ഥാപനങ്ങളിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലും ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ഒക്കെ കടന്നു കയറി പണം പിരിക്കുന്ന പ്രവണതയും അടുത്തിടെ വ്യാപകമായി. റിസോർട്ടിന്റെ പണി നടക്കുന്ന സൈറ്റിലെത്തി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ നിർബന്ധിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൃഷിവിളകൾ മോഷണം പോയെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ദേശവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ നാട്ടിൽ പലയിടത്തും പതിക്കുന്നതും സായുധ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നതും പതിവായി. ഇത് ടൂറിസത്തെയും ജനങ്ങളുടെ സമാധാനത്തെയും ബാധിച്ചു. നൂറ്റാണ്ടുകളായി വനത്തിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം വ്യാപിച്ചതോടെയാണ് തങ്ങൾ നടപടി സ്വീകരിച്ചതെന്ന് പോലീസ് പറയുന്നു. വയനാട്ടിലെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലക്കിടി ഉപവൻ റിസോർട്ടിൽ ആയുധധാരികളായ ഒരു സംഘം മാവോയിസ്റ്റുകൾ ബുധനാഴ്ച രാത്രി 8:30 എത്തിയത്. പണം പിടിച്ചു വാങ്ങാനും ഭക്ഷണം കരസ്ഥമാക്കാനും ശ്രമിച്ചു. സായുധ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ അക്രമി സംഘം ആദ്യം അവർക്ക് നേരെ വെടിവെച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിനിടയിൽ ഒരാൾ മരിച്ചു. CP ജലീൽ എന്ന മാവോയിസ്റ്റ് പ്രവർത്തകനാണ് മരണമടഞ്ഞത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ക്രൈംബ്രാഞ്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. പോലീസ് സംഘം അന്വേഷണവും തിരച്ചിലും തുടരുകയാണ്. മൃതശരീരം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രത്യേക മെഡിക്കൽ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ, വയനാട് ജില്ലാ പോലീസ് മേധാവി കറുപ്പസ്വാമി R, SP ദേബേഷ് കുമാർ ബെഹ്റ എന്നിവർ സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും മാവോയിസ്റ്റ് പ്രവർത്തകരുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഉണ്ടായി. ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള നീക്കം ശക്തിപ്പെടുത്താൻ കർമ്മപദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ഡിസംബർ മുതൽ വയനാട്, കോഴിക്കോട് റൂറൽ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഓപ്പറേഷൻ അനക്കൊണ്ട എന്ന പേരിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയത്. തണ്ടർബോൾട്ട്, ആന്റി നക്സൽ സ്ക്വാഡ്, ലോക്കൽ പോലീസ് എന്നിവരുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ പ്രത്യേകം പരിശീലനം ലഭിച്ച പോലീസ് സേനാംഗങ്ങളാണ് തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുവരെ അവർക്കെതിരെയുള്ള പോലീസ് നടപടികൾ തുടരുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.